കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രപ്പീസിയംസ് ഷോൺ ബിലോ. തന്നിട്ടുള്ള ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണല്ലേ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഏതാണ്? പാരലൽ സൈഡ്സ് 3 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ലെങ്ത് ഉള്ള സൈഡ്സ് ആണ്. അപ്പോൾ അതാണ് പാരലൽ സൈഡ്സ്. അപ്പോൾ അവയുടെ സം എന്ന് പറഞ്ഞാൽ 3 + 5 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇൻറ്റു 2 ദാറ്റ് ഈസ് എന്താണ്? ന്യൂമറേറ്ററിലുള്ള 2 ഡിനോമിനേറ്ററിലുള്ള 2 കൂടി ക്യാൻസൽ ചെയ്യും. ബാക്കിയുള്ള എന്താ? 3 + 5 അത് 8 ആണ് അല്ലേ. അപ്പോൾ 8 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഇനി സെക്കൻഡ് പിക്ചർ നോക്കാം. ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ നമ്മൾ സെയിം ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. എന്താണ്? ഏരിയ ഇസിക്കൽ ടു ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ് എന്ന ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് എന്താ? പാരലൽ സൈഡ്സ് 3 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ഉള്ള സൈഡ്സ് ആണ്. അപ്പോൾ അവിടെ സമ്മ് 3 + 5 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് 2 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു 2. അപ്പോൾ ഇതും എന്ത് വരും? ഹാഫ് ഇൻറ്റു 3 + 5 ഇൻറ്റു 2 മേലെയുള്ള സെയിം ആൻസർ തന്നെയാണ് അല്ലേ. അതായത് 8 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ. ഓക്കെ. The picture shows 4 equal trapeziums joined to form a large trapezium. Calculate the area of large trapezium. അതായത് താഴെ ഫിഗറിൽ 4 ഈക്വൽ ട്രപ്പീസിയംസ് ജോയിൻ ചെയ്തിട്ട് ഒരു വലിയ ട്രപ്പീസിയം ഫോം ചെയ്തിട്ടുണ്ട്. ഈ ലാർജ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്മോൾ ട്രപ്പീസിയത്തിൻ്റെ സൈഡ്സ് ABCD എന്നെടുക്കാം. ഓക്കെ. അപ്പോൾ വലിയ സൈഡ്സ് ഒക്കെ എല്ലാത്തിലും A ആണ്. ഇനി എക്ക് ഓപ്പോസിറ്റുള്ള സൈഡൊക്കെ B ആയിട്ട് എടുക്കാം. ഇനി ചെരിഞ്ഞ സൈഡൊക്കെ C ആയിട്ട് എടുക്കാം. ബാക്കിയുള്ള സൈഡ് എന്താണ്? D ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 8 സെൻറ്റിമീറ്റർ ഫിഗറിൽ തന്നിട്ടുണ്ടല്ലോ. അത് എന്താ? 2A കൂടിയിട്ടുള്ള ഒരു എയും മറ്റൊരു എയും കൂടി കൂടിയിട്ടാണ് ഈ 8 സെൻറ്റിമീറ്റർ ഉള്ളത് അല്ലേ. അപ്പോൾ 2A എന്താണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ A കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ 2നെ ഇൻറ്റു ചെയ്തേക്കില്ല. അപ്പോൾ ഇൻറ്റു 2നെ = 2ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആകും. സോ A = 8/2 ആണ്. അതായത് 4 സെൻറ്റിമീറ്റർ ആണ്. ഒരു A എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് ഈ ബിയും ഈ ബിയും കൂടി കൂടിയിട്ടാണ് ഈ A ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ A എന്ന് B + B ആണ് A അല്ലേ. B + B 2B അല്ലേ. അപ്പോൾ 2B = എന്താണ്? A ആണ്. A എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി കിട്ടി 4 ആണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ് 2B എന്ന് പറയുന്നത്. അപ്പോൾ B എന്തായിരിക്കും കാണാൻ വേണ്ടിയിട്ട് 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കില്ല. അപ്പോൾ ഇൻറ്റു 2നെ = 2ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആകും. സോ B = 4/2. അത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ B എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നമ്മൾ ഇവിടെ കണ്ടു എന്താ? ഈ ഡിയും ബിയും ഒരേ ലെങ്ത് ആണ് അല്ലേ. D = B. അപ്പോൾ D = B ആണ്. B എത്ര? 2 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം ഡിയും ബിയും എന്താണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏരിയ ഓഫ് ലാർജ് ട്രപ്പീസിയം ആണ്. ഏരിയ ഓഫ് ലാർജ് ട്രപ്പീസിയം കാണാൻ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഏതാണ്? പാരലൽ സൈഡ്സ് എന്താണ്? ഈ 8 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഈ ലൈന് അല്ലേ. ഈ 8 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഈ ലൈനും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ഈ സൈഡുമാണ് അല്ലേ. B + D ആണ്. അപ്പോൾ അവയുടെ സം എന്താ? 8. താഴെയുള്ള പാരലൽ ലൈനിൻ്റെ സൈഡ് A + A അതായത് 2A ആണ്. 8 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. 8 + അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് B + D ആണ്. B + D ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് ഏതാണ്? A ആണ് അല്ലേ. ഈ ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് A ഇൻറ്റു A. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു
8 പ്ലസ് ബി പ്ലസ് ഡി എത്ര? ബിയും 2 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ട്, ഡിയും 2 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ട്. അപ്പോൾ 2 + 2 ഇൻറ്റു എ എത്രയാണ്? 4 ആണെന്ന് കണ്ട്, ഇൻറ്റു 4. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 8 + 2 10, 10 + 2 12, 12 ഇൻറ്റു 4. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 12 എന്ന് വെച്ചാൽ 12/2, 12/2 6 ആണ്. 6 ഇൻറ്റു 4 24 ആണല്ലേ. സോ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ലാർജ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ. ഓക്കെ. The picture shows a line drawn through the point of intersection of the diagonal of a parallelogram. Prove that this line splits the parallelogram into two trapeziums of the same area. അതായത് താഴെ ഫിഗറിൽ ഒരു പാരലലോഗ്രാം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലൂടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈന് നമ്മുടെ പാരലലോഗ്രാമിനെ 2 ട്രപ്പീസി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 2 ട്രപ്പീസിയത്തിൻ്റെയും ഏരിയ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാരലലോഗ്രാമിനെ ABCD എന്ന് നെയിം ചെയ്യാം. ഈ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിന് O എന്ന് കൊടുക്കാം. ഇനി ഈ ലൈനിൻ്റെ എൻഡ്സിന് EF എന്നും കൊടുക്കാം. ഓക്കെ. ഇത് പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ DC എന്ന സൈഡും AB എന്ന സൈഡും എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് DC = AB ഒന്ന് കൊടുക്കാം. അത് നമുക്ക് X എന്നെടുക്കാം. ഓക്കെ. ഈ ഡിസ്റ്റൻസ് X ആണ്. അതേപോലെ AB എന്ന ഡിസ്റ്റൻസ് എന്താണ്? X ആണ്. ഓക്കെ. കാരണം എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണ്. കാരണം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ അത് നമ്മൾ X ആയിട്ട് എടുക്കണം ഈ 2 സൈഡ്സും. ഓക്കെ. ഇനി നമുക്ക് ഈ 2 ട്രയാങ്കിൾസ് നോക്കാം. ഇതിൽ ഒരുപാട് ട്രയാങ്കിൾസ് ഉണ്ട് ഈ പാരലലോഗ്രാമിനകത്ത്. പക്ഷേ ഇതിൽ 2 ട്രയാങ്കിൾസ് മാത്രം നമുക്ക് എടുത്താൽ മതി. ഏതാണ്? ട്രയാങ്കിൾ EOCയും ട്രയാങ്കിൾ AOFും. ഈ 2 ട്രയാങ്കിൾസിലെയും OA എന്ന സൈഡും OC എന്ന സൈഡും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് പരസ്പരം ബൈസെക്റ്റ് ചെയ്യും അല്ലേ. അതായത് ഈ O എന്നത് എന്താണ്? 2 ഡയഗണലിൻ്റെയും മിഡ് പോയിന്റ് ആണ്. AC എന്ന ഡയഗണലിൻ്റെ മിഡ് പോയിന്റ് ആണ്, അതേപോലെ BD എന്ന ഡയഗണലിൻ്റെയും മിഡ് പോയിന്റ് ആണെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ O എന്നത് AC എന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? OA = OC അല്ലേ. O എന്നത് ACയുടെ കറക്റ്റ് മിഡിലായിരിക്കും. മിഡിൽ ആണെങ്കിൽ Aയിൽ നിന്ന് Oയിലേക്കുള്ള ഡിസ്റ്റൻസും Cയിൽ നിന്ന് Oയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അതായത് OA എന്ന ഡിസ്റ്റൻസ് OC എന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കെന്ത് പറയാം? OA = OC. കാരണം എന്താണ്? ഡയഗണൽസ് ഓഫ് പാരലലോഗ്രാം ബൈസെക്റ്റ് ഈച്ച് അതർ. ആംഗിൾ OCEയും ആംഗിൾ OAF എന്താണ്? ഈക്വൽ ആണ്. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ ആണല്ലോ. AB DC എന്നിവ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയതുകൊണ്ട് പാരലൽ ലൈൻസ് ആണ് അല്ലേ. ABയും DCയും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ആ ലൈനിനെ AC എന്ന ലൈന് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് എന്ത്? ആംഗിൾ OCEയും ആംഗിൾ OAFും. അപ്പോൾ ആ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ 7th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആംഗിൾ OCE = ആംഗിൾ OAF. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ EOCയും ആംഗിൾ FOAയും എന്താണ്? ഈക്വൽ ആണ്. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണല്ലോ. 2 ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ 2 ആംഗിൾസും എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ EOC = ആംഗിൾ FOA. അപ്പോൾ നമുക്ക് എന്ത് പറയാം? one side and angle at its ends of triangle EOC are equal to one side and angles at its ends of triangle AOF. So triangle EOC and triangle FOA are equal triangles. Okay.
അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് നമ്മൾ കണ്ടു. ആംഗിൾ EOCയും ആംഗിൾ FOAയും ഈക്വൽ ആംഗിൾസ് ആണ്. അപ്പോൾ അവയ്ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. EOCക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് EC ആണ്. അതേപോലെ ആംഗിൾ FOAയ്ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്താണ്, AF ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സും എന്താണ്, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്ത് പറയാം, സോ EC ഈസ് ഈക്വൽ ടു AF. അത് നമുക്ക് Y എന്നെടുക്കാം. ഓക്കെ, അതായത് ECയും Y ആണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അതേപോലെ AFും എന്താണ്, Y ആണ്. ഓക്കെ, കാരണം എന്താണ്, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. DC എന്ന ടോട്ടൽ സൈഡ്, DC എന്താണ്, ഫുള്ള് എക്സ് ആണ് അല്ലേ. അതിൽ കുറച്ച് ഭാഗം EC എന്ന പോർഷന് Y ആണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം DE എന്തായിരിക്കും, എക്സിൽ നിന്നും ടോട്ടലിൽ നിന്നും ഈ Y പോയത്, അതായത് X - Y ആയിരിക്കും. അപ്പോൾ DE എന്ന് പറയുന്നത് എന്താണ്, X - Y ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് X - Y ആണ്. അതേപോലെ ഈ AB എന്നത് X ആണ് അല്ലേ, ടോട്ടൽ ലെങ്ത് X ആണ്. അതിൽ AF എന്ന ഭാഗം Y ആണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള FB എന്ന ഭാഗം എന്തായിരിക്കും, ടോട്ടലിൽ നിന്നും ഈ Y പോയത് അല്ലേ, X - Y ആയിരിക്കും. അപ്പോൾ ഈ ഭാഗം FB എന്ന് പറഞ്ഞാൽ എന്താണ്, X - Y ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പാരലൽ സൈഡ്സിൻ്റെ, ഈ രണ്ട് ട്രപ്പീസിയത്തിൻ്റെയും പാരലൽ സൈഡ്സ് കിട്ടി അല്ലേ. Yയും X - Yയും ആണ്. ഇനി എന്ത് കണ്ടുപിടിക്കണോ, ഈ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് വരും, ഓക്കെ, ഈ രണ്ട് ട്രപ്പീസിയത്തിൽ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് നമുക്ക് H ആയിട്ട് എടുക്കാം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് H ആണ്, പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചിട്ട്, അപ്പോൾ ആദ്യം നമുക്ക് ട്രപ്പീസിയം DEFAയുടെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രപ്പീസിയം DEFA എന്താണ്, ഹാഫ് ഇൻറ്റു എന്താണ്, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പാരലൽ സൈഡ്സ് ഏതാണ്, DEFA എന്ന ട്രപ്പീസിയത്തിൻ്റെ X - Yയും Yയും ആണ് അല്ലേ. അപ്പോൾ X - Y പ്ലസ് Y ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് H ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഇൻറ്റു H. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു X - Y പ്ലസ് Y എന്താണ്, -Y പ്ലസ് Y 0 അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു X ഇൻറ്റു H. അപ്പോൾ ഇതാണ് എന്ത്, ഏരിയ ഓഫ് ട്രപ്പീസിയം DEFA. ഇനി അടുത്ത ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാം. അതെന്താണ്, ട്രപ്പീസിയം ECBF ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെയും ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്, ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. അപ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈഡ്സ് ഏതൊക്കെയാണ്, ECBFൻ്റെ ഒന്ന് Yയും ഒന്ന് X - Y ആണ്. അപ്പോൾ Y പ്ലസ് X - Y അവയുടെ സമ്മ്, Yയുടെയും X - Yൻ്റെയും സമ്മാണ് Y പ്ലസ് X - Y ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം നമ്മൾ H ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു Y - Y 0 ആവും, പിന്നെ X ഉള്ളൂ, X ഇൻറ്റു H അല്ലേ. അപ്പോൾ ഇത് സെയിം ആണല്ലോ, ഇതേ ഏരിയ തന്നെയാണല്ലോ ഏരിയ ഓഫ് ട്രപ്പീസിയം DEFA. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, രണ്ടും ഹാഫ് ഇൻറ്റു X ഇൻറ്റു H ആണ് കിട്ടിയിട്ടുള്ളത്. ഹെൻസ് ഏരിയ ഓഫ് ബോത്ത് ട്രപ്പീസിയം ആർ ഈക്വൽ.